ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശരത്തിൻ്റെ കൂട്ടുകാർ ആൻ്റണിയായിട്ട് രേവതി തർക്കിക്കുന്ന ഭാഗത്താണല്ലോ ഇന്നലെ വന്ന് നിന്നത്. അപ്പോൾ ആൻ്റണിയോട് രേവതി പറയണം, നിൻ്റെ കൂട്ടുകെട്ട് കാരണം കൊണ്ടാണ് ശരത്ത് ഇത്ര നാശമായതെന്നൊക്കെ പറയണം. അപ്പോൾ ആൻ്റണി പറയണം, രേവതി ചേച്ചി അങ്ങനെ പറയരുത്, ഇപ്പോൾ ഞാൻ കള്ളു കുടിച്ച് നടക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകെട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ രേവതി ചേച്ചിയുടെ ഭർത്താവ് എന്നും കുടിക്കണ കുടിയനല്ല. രേവതി ചേച്ചിയുടെ ഭർത്താവ് ശരത്തിൻ്റെ കൈ തല്ലി ഒടിച്ചില്ലേ. അപ്പോൾ രേവതി ചേച്ചിയുടെ ഭർത്താവ് നല്ലവനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാനിടാ, എൻ്റെ സച്ചേട്ടനെ പറ്റി എന്തെങ്കിലും പറയാൻ അടിച്ച് നിൻ്റെ പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി കയ്യോങ്ങാണ്, വെറുതെ ഈ ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടൊരു സീൻ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരത്ത് പറയണ, ചേച്ചി ആൻ്റണിയെ തൊട്ട് അപ്പോഴുള്ളവൻ എൻ്റെ കൂട്ടുകാരനാന്നൊക്കെ പറയണം. അപ്പോൾ ആൻ്റണി പറയാം, പോട്ടറാ വിട്ടേക്ക്, നമ്മുടെ ചേച്ചിയല്ലേ, ഇനി മേലെ നീ ഇവൻ്റെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അവലെ പ്രതികരിക്കുക, അപ്പം നീ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടേ പോവ് പറയണു രേവതി ആൻ്റണിയോട്. ആൻ്റണി ഇനി ഉണ്ടാവില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശരത്തിനോട് യാത്ര പറഞ്ഞ് പോകണം. അത് കഴിഞ്ഞ് സുധി ഒരു കാർ നോക്കാൻ വേണ്ടി കാർ ഷോറൂമിലേക്ക് വരുന്നു. കുറേ കാറുകൾ നോക്കും, അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഷോറൂമിലത്തെ സെയിൽസ്മാൻ ചോദിക്കണു, സാർ ശരിക്കും കാർ എടുക്കാനാണ് അത് കാറ് കാണാൻ? സാർ ഏകദേശം ഒരു 10 കാറോളം കണ്ട്, ഇതുവരെ ഒന്നും ഇഷ്ടമായില്ല, സാറിന് ഞാൻ വേറൊരു കാർ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വേറൊരു കാർ കാണിച്ചു കൊടുക്കുന്നു. ഒരു ബ്ലാക്ക് കളർ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സുധിക്ക് ആ കാർ ഇഷ്ടമാവണം, ആ കാർ മേടിക്കാമെന്ന് പറയണു. ഫുൾ പേയ്മെൻ്റ് ആണെങ്കിൽ നല്ല 1 ലക്ഷം ഞാൻ അപ്പം തരാം, ബാക്കി ലോൺ ഇടാമെന്ന് പറയണു. എന്നിട്ട് സുധി പറയണു, ഒരു മിനിറ്റായി ഞാൻ എൻ്റെ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ, അവൾക്കും കൂടി ഇഷ്ടമാവും, അവൾക്കും കൂടി കാണിച്ചു കൊടുക്കണം ഈ കാറ് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കണു. ഈ സമയത്താണല്ലോ സച്ചിക്ക് അനൂപിൻ്റെ രാഷ്ട്രീയ നേതാവായ അനൂപിൻ്റെ കോള് വരുന്നത്. സച്ചി അവിടെ ചെല്ലുമ്പോൾ അനൂപും വേറെ 2 രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അനൂപ് പറയണം സച്ചിയോട്, സച്ചി ഇവർ വിജയകുമാർ സാറ് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്, ഇവർക്കൊരു കാറ് വേണം, അപ്പം നിന്നെ കൊണ്ടുപോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, നീ ആകുമ്പോൾ നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ അറിയാലോ എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പറയണം. അപ്പോൾ സച്ചി പറഞ്ഞാൽ അതിനെന്താ പോവാലോ, എനിക്ക് പരിചയമുള്ള കാർ ഷോറൂം ഉണ്ട്, നമുക്ക് അവിടെ തന്നെ പോകാൻ പറഞ്ഞിട്ട് സച്ചി ഇവരെയും കൂട്ടി വരുന്നത് ശ്രുതിയും നിൽക്കുന്ന കാർ ഷോറൂമിലാണ്. അപ്പം ശ്രുതിയും കാറ് നോക്കണു. ഒരു സൈഡിൽ കൂടെ മറുവശത്ത് കൂടെ സച്ചിയും പിന്നെ കൂടെ വന്ന ആളുകളും കാറ് നോക്കണം. അങ്ങനെ കാറ് നോക്കി ഓരോ എല്ലാ കാറുകളും ഇഷ്ടമാകുമ്പോൾ നമ്പർ അവർക്ക് ഇഷ്ടാവില്ല. അങ്ങനെ അവർ വന്ന് നിൽക്കുന്നത് ശ്രുതി കാറിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാക്കി അകത്ത് പോയ സമയത്ത് ഇവർ വന്ന് നിൽക്കുന്നത് ശ്രുതി മേടിക്കാൻ നിന്ന കാറിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ നമ്പർ 6000 അപ്പോൾ സാറ് പറയണു, രാഷ്ട്രീയ നേതാവ് പറയണു, എനിക്ക് കാർ ഇഷ്ടമായി, നമുക്കിത് മേടിക്കാമെന്ന് പറയണം. അപ്പോൾ സച്ചി പറയും, നല്ല കാറാണ്, കാണുമ്പോൾ തന്നെ അറിയാം അധികം പഴക്കമില്ലാത്ത കാറാണ്, നമുക്കിത് മേടിക്കാം സാർ എന്ന് പറയണം. അപ്പോൾ സെയിൽസ്മാൻ വന്നിട്ട് പറയാം, അയ്യോ സാർ അത് ബുക്കിംഗ് വേറൊരാൾ ബുക്കിംഗ് ആയതാണ്, ഒരു വലിയ ബിസിനസ്മാനാണ്, അദ്ദേഹം ബുക്കിംഗ് ആയതാണ് പറയണം. അപ്പോൾ സച്ചി ഞാൻ സംസാരിച്ചാൽ പറ്റുമോ ചോദിക്കുകയാണ്. അപ്പോൾ സാറൊന്ന് സച്ചി ഒന്ന് സംസാരിച്ച് നോക്കുക ആളോടെന്ന് പറയണം. അങ്ങനെ സച്ചിനെയും കൂട്ടി സെയിൽസ്മാൻ സുധിയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് മറ്റൊരു പറയണു, ഇവൻ ആളും എടുക്കാനായിട്ടായി സച്ചി എന്നൊക്കെ പറയണം. അങ്ങനെ അവർ പോയിട്ട് പേപ്പറുകൾ ശരിയാക്കണമെങ്കിൽ സുധിയോട് സെയിൽസ്മാൻ വന്നിട്ട് പറഞ്ഞു, സാർ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് സുധീനെ പുറത്തേക്ക് വിളിക്കണം. അപ്പോൾ എന്താ വെച്ചിട്ട് ശ്രുതി ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഇവരെ കാണുമ്പോൾ സച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. ഇവൻ ആരാന്ന് പറഞ്ഞ ബിസിനസ്മാനോ, നീ എപ്പോഴാണ് ബിസിനസ്മാനായി എന്നൊക്കെ ചോദിച്ചിട്ട് സുധിയെ കളിയാക്കണം അവരുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ ചോദിക്കും, ഇദ്ദേഹം ബിസിനസ്മാനല്ലേ? ബിസിനസ്മാനെന്നല്ല, ഇവൻ ബിസിനസ് തുടങ്ങിയിട്ടേ ഇല്ല, കയ്യിലത്തെ കാശ് മുഴുവൻ ദൂർത്തടിച്ചിട്ട് കാറും അതും മേടിക്കാതെ നീ നല്ലൊരു ബിസിനസ് തുടങ്ങി നന്നാവാൻ നോക്കണം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കാറ് മേടിക്കാൻ പറഞ്ഞിട്ട് സച്ചി സുധിയെ അവിടെ വെച്ച് ഉപദേശിക്കുന്നു. അപ്പോൾ ശ്രുതി പറയും, ഇത് ഞങ്ങളുടെ കാശ്, കാറ് മേടിക്കാതിരിക്കാതെ ഞങ്ങളുടെ ഇഷ്ടം, നീ എന്തിനായാലും ഇടപെടണേ പറയാണ്. അപ്പോൾ സച്ചി പറയാം, ശരി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കാറ് ഇദ്ദേഹത്തിന് ഇഷ്ടമായതാണ്, ഇത് ഇവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഇല്ല ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ കാറ്, ഞാൻ അതൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് ശ്രുതി. അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആർഗ്യുമെൻറ്റ്സ് നടക്കുന്ന സമയത്ത് സച്ചി പറയണു ഷോറൂം മാനേജറോട് പറയണു, സാർ ഈ കാറ് ഇവൻ ഫുൾ പേയ്മെൻറ്റിനാണ് എടുക്കണമെങ്കിൽ നല്ല 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ്, 1 ലക്ഷം രൂപ തന്നിട്ട് ബാക്കി അടവിട്ടിട്ടാണ് പറയണം. അപ്പോൾ സച്ചി പറയണം, ഇദ്ദേഹത്തിന് കൊടുക്കാൻ, ഇദ്ദേഹം ഫുൾ പേയ്മെൻറ്റ് തരും, പിന്നെ ഇവനിപ്പോൾ വണ്ടിക്ക് അത്യാവശ്യമൊന്നുമില്ല, ഇദ്ദേഹത്തിനാണെങ്കിൽ ഫാമിലിക്ക് വളരെ അത്യാവശ്യമാണ് ഒരു കാറ് എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതിനെ അവിടെ കൊച്ചാക്കി സച്ചി. അപ്പോൾ അങ്ങനെ ഫുൾ എമൗണ്ട് ഇപ്പോൾ കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ നേട്ടങ്ങളും ഭാവിയിൽ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ മാനേജർ പറയണം ശ്രുതിയോട്, സാറ് വേറെ കാറ് നോക്കിക്കോളൂ, നമുക്ക് ഈ കാറ് ഇദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയാണ്, സച്ചിയുടെ ഏട്ടനാണ് അത് നിങ്ങൾക്ക് അറിയില്ല ചോദിക്കണം. സച്ചിയുടെ ഏട്ടൻ തന്നെയാണോ? ഓക്കെ സമ്മതിച്ചു, പക്ഷേ നിങ്ങൾക്ക് വേറെ കാർ എടുത്തോ, നിങ്ങൾക്ക് അതിൽ ഞാൻ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കാറ് മറ്റേ ആൾക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലായിട്ട് അവർക്ക് ആ കാറ് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി അപമാനിക്കപ്പെട്ട പോലെ നിൽക്കുകയാണ്, ശ്രുതി അപമാനിക്കപ്പെട്ട പോലെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയണം, ശ്രുതി നമുക്കിതിന് തിരിച്ചു ചോദിക്കാൻ ഒരു അവസരം വരും, അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകണം.
അത് കഴിഞ്ഞിട്ട് ഇവർ കാറ് മേടിച്ച സന്തോഷത്തിൽ കാറ് പിറ്റേ ദിവസം കാറിൻ്റെ ക്യാഷൊക്കെ അടച്ച് പിറ്റേ ദിവസം ഡെലിവേർഡ് ആവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ കാറ് മേടിച്ച സന്തോഷത്തിന് ബാറിൽ പോകുമ്പോൾ സച്ചിയോട് പറയുന്നത്, സച്ചി വാ ഞങ്ങളുടെ കൂടെ വാ 2 എണ്ണം കഴിക്കാം, എനിക്കിന്ന് കാറ് മേടിച്ച സന്തോഷമുള്ള ദിവസമാണ്, വാ 2 എണ്ണം കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറഞ്ഞു വേണ്ട സാർ എനിക്ക് വേണ്ട പറയണേ, വാ ഒരു കുഴപ്പമില്ല, ഇനി അഥവാ നീ കഴിച്ചിട്ട് കാറ് ഓടിക്കുമ്പോൾ പോലീസ് എങ്ങനെ പിടിക്കുകയാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണം വേണ്ട സാർ അതിൻ്റെ ആവശ്യമില്ല, ഞാനൊരിക്കലും വണ്ടി ഓടിക്കുന്ന സമയത്ത് മദ്യപിക്കില്ല, കാരണം എന്നെ വിശ്വസിച്ച്, കാരണം യാത്രക്കാരുടെ സേഫ്റ്റിയാണ് എനിക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അതിൽ നിന്ന് ഒഴിവാവാണ്, പാർട്ടിയിൽ നിന്ന് ഒഴിവാവാണ്. ആ സമയത്ത് പാർട്ടിയിൽ നിന്ന് ഒഴിവാകുമ്പോൾ അനൂപ് വീണ്ടും നിർബന്ധിക്കുമ്പോൾ അനൂപിനോട് അവർ പറയുന്നത് വേണ്ട അനൂപേ, അവൻ ആത്മാർത്ഥതയുള്ള ജോലിക്കാരനെ നിന്നെപ്പോലെ അല്ല, അവനെ നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറിപ്പോണം, നമുക്ക് വേറെ ദിവസം കൂടാൻ സച്ചി പറഞ്ഞിട്ട് എന്ത് വേണം ഏത് എടുത്തോ അവരെന്നിട്ട് അകത്തേക്ക് കയറിപ്പോണം, നമുക്ക് വേറൊരു ദിവസം കൂടാ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ ബാറിലേക്ക് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സച്ചി എന്തോ പെട്ടെന്ന് കണ്ടുപിടിച്ച പോലെ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായി വീണ്ടും വരാം. എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്